ലോങ് റൈഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും കവൈലൻസ് ഒക്കെ പോയിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പാലക്കാട് മറ്റൊരു ഡെസ്റ്റിനേഷൻ തേടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റൈഡിൽ നമ്മുടെ ഒപ്പം ഹോളിഡേ റൈഡേഴ്സിലെ ആദിത്യനും ജിനോജേട്ടനും ഉണ്ട്. ആദിത്യൻ കഴിഞ്ഞ റൈഡിൽ അതിരപ്പള്ളി റൈഡിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരും കൂടെ നമ്മുടെ ഒപ്പം പാലക്കാട് നിന്ന് ജോയിൻ ചെയ്യും. കഴിഞ്ഞ അതിരപ്പള്ളി വീഡിയോയിൽ ഉണ്ടായിരുന്ന അഖിലുണ്ട്. അപ്പം അഖിലിൻ്റെ കുറച്ച് പാലക്കാടുള്ള ഫ്രണ്ട്സിനെ നമ്മളിന്ന് പരിചയപ്പെടും. രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ കൊരട്ടിയിൽ വെച്ച് മീറ്റപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ കുതിരാനൊക്കെ കയറി നമ്മൾ കൊല്ലങ്കോട് പോയ സെയിം റൂട്ട് തന്നെയാണ്. അതിൽ നമ്മൾ പൊള്ളാച്ചി റൂട്ട് കയറിയിട്ട് ഇടയ്ക്കുന്ന ഒരു പോയിന്റ്, കൊല്ലങ്കോട് വരെ എത്തണ്ട, അതിന് മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകണം നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലോട്ട്. ചേട്ടന് ഷോപ്പായിട്ടുണ്ടോ? ഞാൻ ഷോപ്പല്ല, ഞാൻ സ്റ്റുഡിയോ ആണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈക്ലിംഗ് ടൂറിങ് ചെയ്തിട്ട് നാട്ടിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുണ്ട്, പത്രങ്ങളൊക്കെ. ഇപ്പോൾ രാമേശ്വരം, ഊട്ടി, ഇപ്പോൾ ഇവിടെ കന്യാകുമാരി, തിരുച്ചെന്തൂര്, മൂകാംബിയൊക്കെ പോയിട്ടുണ്ട്, വയനാട് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും സൈക്കിൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. മൾട്ടി ഡേ ദിവസം 80-100 കിലോമീറ്റർ ചവിട്ടുള്ളൂ. അങ്ങനെ ടൂറിങ് സ്പെഷ്യൽ ആയിട്ട് പോകുന്ന ആളാണ്. ഒരു യൂറോപ്യൻ കൺട്രിയിൽ പറയണത് 2001 റോഡ് നിറച്ച് കാറുകളായിരുന്നു. ഇപ്പൊ അവര് റോഡ് നിറച്ച് സൈക്കിളുകളായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പുരോഗമനമാണ്. നമ്മള് ലാസ്റ്റ് ഫുട്ടേജിൽ കണ്ടത് ഈശ്വർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടൻ സ്വന്തമായിട്ട് റോഡ് ബൈക്കൊക്കെ ബിൽഡ് ചെയ്ത് ഒത്തിരി റൈഡൊക്കെ പോകുന്നതാണ്. തൃശ്ശൂരാണ് ചേട്ടന്റെ വീട്. സോ നിങ്ങൾക്ക് റോഡ് ബൈക്കൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർവീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ചേട്ടനൊരു സ്റ്റുഡിയോ ഉണ്ട്. ചേട്ടൻ്റെ നമ്പർ ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അഖിൽ നമ്മുടെ ഒപ്പം ജോയിൻ ആയിട്ടുണ്ട്. നമ്മളൊരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ വടക്കഞ്ചേരി എത്തിയത്. സോ മറ്റു റൈഡേഴ്സ് ഒരു 15ഓളം വരുന്ന മെമ്പേഴ്സ് നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. നമ്മൾ പോകുന്ന റൂട്ടിൽ അവരുടെ ഒപ്പം ജോയിൻ ചെയ്യും. അവർ പാലക്കാട് നിന്നാണ് വരുന്നത്. ഫോർട്ട് പെഡലേഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്ലിംഗ് ക്ലബ്ബാണ്. അതിലൊരു പല ഏജിലുള്ള ഒരു സ്കൂൾ സ്റ്റുഡൻസ് തൊട്ട് മുതിർന്നവർ വരെയുള്ള ഒരു ക്ലബ്ബാണ്. സോ നമുക്കിന്ന് അവരെ മീറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ നമുക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് മംഗലം ഡാം റൂട്ടിലാണ് പോകേണ്ടത്. മംഗലം ഡാമിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലോട്ടുള്ളൂ. വീട്ടിലോട്ടുള്ള വഴിയാ. മംഗലം ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന വഴി ചെറിയൊരു സ്പോട്ട് കണ്ടു. അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മളീ പോകുന്ന റൂട്ട് മൊത്തം ഇനി ഇങ്ങനത്തെ കാഴ്ചകളായിരിക്കും. ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടൊരു 2-3 കിലോമീറ്റർ നല്ല ക്ലൈംബ് ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ. ഒരു കോൺക്രീറ്റ് റോഡാണ്. മഴയൊക്കെ പെയ്ത് മൊത്തം ഒരു പായലൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്. സോ ടയേഴ്സൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ട്. MTB ടയേഴ്സ് അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷേ റോഡ് ബൈക്കും ഹൈബ്രിഡും ആയിട്ട് വന്നവർക്ക് അത്ര ഈസി ആയിരുന്നില്ല. ഈവൻ ക്ലൈംബിംഗ് പോലും പാടായിരുന്നു. എനിവേ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ബ്രേക്സ് കിട്ടാനും പാടാണ്. നമുക്ക് ചവിട്ടി ഇറക്കാനും പാടായിരിക്കും. നമ്മൾ ഈ ക്ലൈംബ് ചെയ്യുന്ന മൊത്തം തിരിച്ച് നമുക്ക് തള്ളി ഇറക്കേണ്ടി വരും. ചവിട്ടി ഇറക്കാനാണെങ്കിൽ നമുക്ക് മഴയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി മാത്രം നോക്കിയിട്ടായിരിക്കും തിരിച്ചിറങ്ങുന്നത്.
ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഈ ഒരു ക്ലൈംബ് കയറി ചെല്ലുന്നിടത്താണ് നമ്മുടെ ആ സ്പോട്ട് എന്ന് പറയുന്ന കടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ആലിങ്കൽ വാട്ടർഫോൾസ് ഉള്ളത്. അതിരപ്പള്ളി പോലെ വലിയൊരു വാട്ടർഫോൾ അല്ല, കാടിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു വാട്ടർഫോൾ ആണ്. നമുക്ക് ചെറിയൊരു റിവർ ക്രോസ് ചെയ്തിട്ട് വേണം ആ ഒരു വാട്ടർഫോളിലോട്ട് പോകാൻ. ഇവിടെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ മുകളിലോട്ട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. സോ നമ്മൾ ആ ബ്രിഡ്ജിന്റെ അവിടെ വരെ പോയിട്ട് തിരിച്ച് താഴോട്ട് വന്നിട്ടാണ് നമ്മുടെ വാട്ടർഫോളിന്റെ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് കേട്ടോ. ഈ ഒരു ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു യാത്ര, അതിൻ്റെ സൗണ്ട്സും അപ്പോൾ ഈ റിവർ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ആ ഒരു ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. സോ ഇങ്ങനെയുള്ള ഫുട്ടേജസിൽ പരമാവധി നറേഷനും മ്യൂസിക്കും കുറയ്ക്കാൻ പോവുകയാണ്. ആ ഒരു റിയൽ ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറിയ റിവർ ക്രോസ് ചെയ്ത് ഒരു 100 മീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ സൈക്കിളെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യുവാണ്.
ഇവിടെ ഒരു 1 hour അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിപ്പം റിട്ടേൺ പോവുകയാണ്. നമ്മൾ വിചാരിച്ചാലും കൂടുതൽ ടൈം നമ്മൾ എടുത്തു. ഈ ഒരു ആംബിയൻസ് നമ്മൾ പലയിടത്തായിട്ട് നിർത്തിയായിരുന്നു. മൊത്തം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഭയങ്കര ലെങ്തി ആയിപ്പോവും. കാരണം മൊത്തം ഇതുപോലത്തെ സ്പോട്ടുകളാണ് എല്ലായിടത്തും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാറകൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് മാത്രം പോവുക. വെള്ളത്തിനധികം ആഴമില്ല. ഒത്തിരി പേര് ഫാമിലീസ് ആണെങ്കിലും വന്ന് ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ്. ബട്ട് എവിടെ പോയാലും നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ കറക്റ്റ് ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. ഒത്തിരി മഴക്കാലം ആകുമ്പോൾ ഈ ഒരു റിവർ ഫുള്ള് നിറയും, നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, ഒത്തിരി അധികം ഡേഞ്ചറാണ്. സോ അതിനൊക്കെ മുമ്പ് തന്നെ നമുക്കിവിടെ എത്താൻ പറ്റി. മൊത്തം ഇവിടുത്തെ ആംബിയൻസും മഴയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ് നല്ല മെമ്മറബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ്. റിട്ടേൺ പോകുമ്പോൾ ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല തെന്നിക്കിടക്കുവാണ്, നല്ല പായലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക ദൂരം ചവിട്ടി ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു കിലോമീറ്റർ അടുത്ത് നമുക്ക് തിരിച്ച് തള്ളി ഇറക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലഞ്ചും കൂടെ മംഗലം ഡാമിൻ്റെ ജംഗ്ഷനിൽ നിന്ന് ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ പോവും. ഞാനും ആദിത്യനും ജിനോജ് ചേട്ടനും തിരിച്ച് വന്ന റൂട്ട് തന്നെ കയറി. ഞാൻ കൊരട്ടിക്കും അവർ പെരുമ്പാവർക്കുമാണ്. ബാക്കി നമ്മുടെ പാലക്കാട് നിന്നുള്ള ഫ്രണ്ട്സ് അവർ തിരിച്ച് മംഗലം ഡാമിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് വേറെ റൂട്ട് പോകും. റിട്ടേൺ പോകുന്ന വഴി ജിനോചേട്ടൻ്റെ സൈക്കിളിന് ഒരു പഞ്ചർ കിട്ടി. ജിനോചേട്ടന് ആദ്യമായിട്ട് കിട്ടുന്ന പഞ്ചറാണ്. അങ്ങനെ ചെറിയൊരു കമ്പി കഷ്ണമാണ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന്. നമ്മളത് ആദിത്യം കണ്ടുപിടിച്ചു. ചെറിയൊരു പീസായിരുന്നു, അത് കയറിയിട്ടാണ് പഞ്ചർ ഉണ്ടായത്. പിന്നെ നമ്മളത് ട്യൂബ് സാൻഡ് പേപ്പർ വെച്ച് കുറച്ച് ക്ലീൻ ചെയ്തു, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പഞ്ചർ ഒട്ടിക്കുകയാണ് ചെയ്തത്. ബാക്ക് ടയറിലായിരുന്നു, നമ്മൾ ടയർ റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ പഞ്ചർ ഒട്ടിച്ചത്. ഇനിയിപ്പോൾ ട്യൂബ് തിരിച്ചിട്ടിട്ട് നമുക്ക് ടയർ സൈക്കിള് തിരിച്ചിടണം. ഇതുപോലെ പഞ്ചർ ഒട്ടിക്കുന്നതൊക്കെ നല്ല രസകരമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് പോകുമ്പോൾ ഈ പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചധികം ടാസ്ക് എന്നല്ല, നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പഞ്ചർ കിറ്റ് സൈക്കിളിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്രൂപ്പായിട്ടുള്ളപ്പോൾ നമുക്ക് കുറച്ച് കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പഞ്ചറൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പോവാം. അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പഞ്ചർ കിറ്റും അതുപോലെ തന്നെ സ്പെയർ ട്യൂബ് എല്ലാം നമ്മൾ കരുതുന്നുണ്ടാവും. അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ച് ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് രാത്രി 8:30 ആയപ്പോഴാണ് കൊരട്ടി എത്തിയത്. പോകുന്ന വഴിക്ക് ചാലക്കുടിക്ക് മുമ്പായിട്ട് എനിക്കൊരു പഞ്ചർ കിട്ടിയിരുന്നു. അതും ഒരു 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു. എന്നിട്ടൊരു 8:30 ആയപ്പോൾ ഞങ്ങൾ കൊരട്ടി എത്തി. 2 വഴിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ റൈഡ് എൻഡ് ചെയ്തു. സോ കേരളത്തിൽ പലയിടത്തും മഴ കൂടിക്കൂടി വരുവാണ്. നമുക്കൊത്തിരി റെഡ് അലേർട്ടൊക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റൈഡ് കുറയ്ക്കാം. എപ്പോഴും സേഫ്റ്റിക്ക് തന്നെയാണ് പ്രയോറിറ്റി. നമ്മൾ മഴക്കാലം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെതായ സേഫ്റ്റി ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ യാത്രകളും എൻജോയ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.